മരങ്ങാട്ടുപള്ളിക്ക് സമീപം ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുകയാണ്. ഒരു പ്രമുഖ വ്യക്തിയുടെ പിതാവ് മരിച്ചതാണ്. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ജനം തടിച്ചുകൂടിയിരിക്കുന്ന പള്ളിമുറ്റം. നമ്മുടെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് എന്റെ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാം, പക്ഷെ കൂടുതൽ വിശദമായിട്ട് അറിയില്ല. അതൊക്കെ അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആ ജനക്കൂട്ടത്തിന്റെ നടുക്കേക്ക് ഒരു ആരവം, ജനങ്ങൾ രണ്ടു വശത്തേക്ക് മാറി മാറി നിൽക്കുന്നു. അപ്പൊ ഒരു മർമ്മരം കേട്ടു, മാണിസാർ വരുന്നുണ്ട്. തീർച്ചയായും അവിടെ എത്തേണ്ട ആൾ തന്നെയാണ് മാണിസാർ. മാണിസാർ ജനം പകഞ്ഞു മാറ്റിയ രണ്ടു വശത്തേക്ക് മാറി ജനത്തിന് നടുവിലൂടെ മാണിസാർ നടന്നു വരുന്നു. അദ്ദേഹം വന്നു. ഞാനും അവിടെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചു മുമ്പ് എന്നെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയ ആ രാഷ്ട്രീയ നേതാവ് മാണിസാറിനെ എന്നെ പരിചയപ്പെടുത്തി. മാണിസാർ അറിയില്ലേ, ഇതാണ് സന്തോഷ് ജോർജ് കുളങ്ങര, നമ്മുടെ ഇത്രയും പറഞ്ഞു. അടുത്ത സെക്കൻഡിൽ മാണിസാർ എന്നെ ആലിംഗനം ചെയ്യുന്നതാണ് എല്ലാവരും കണ്ടത്. കൈ കാണിച്ചു. നമ്മുടെ സഞ്ചാരി, നമ്മളെ ലോകം മുഴുവൻ കാണിക്കുന്നയാൾ, നമ്മളെ സഞ്ചാരം കാണിക്കുന്നയാൾ, ബഹിരാകാശത്തേക്ക് പോകുന്നയാൾ, ഈ മനുഷ്യനെ നിങ്ങളാണോ എനിക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന മട്ടിൽ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് മുന്നിൽ വെച്ച് ഒരാലിംഗനവും എന്റെ നെറുകയിൽ ഒരു ചുംബനവും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ മനുഷ്യന്റെ തലച്ചോറിൽ എത്രയെത്ര ആളുകളെ കുറിച്ചും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ കുറിച്ചും ഏറ്റവും അവസാനം വരെയുള്ള സംഭവങ്ങളെ കുറിച്ചും എങ്ങനെയാണ് ഇത്രയേറെ കാര്യങ്ങൾ ഫീഡ് ചെയ്യുക? അതിനെ എങ്ങനെയാണ് ഓരോ സമയത്തും ആശംസകളായി, അനുഗ്രഹങ്ങളായി, ഓർമ്മപ്പെടുത്തലുകളായി, സ്നേഹ തലോടലുകളായി നമുക്ക് ചൊരിഞ്ഞു തരാൻ കഴിയുക? ഏത് നിമിഷത്തിലാണ് നമ്മൾ ഒരു ഹൃദയ സ്പർശിയായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു തലോടൽ ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് പകർന്നു തരാൻ കഴിയുക?